നാരായണ 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 നാരായണ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീകൃഷ്ണായ നമ. സജ്ജനങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ ഭീഷ്മസ്തുതി എന്ന ഭാഗം, ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം ആണ് നമ്മൾ വിചാരം ചെയ്തു വന്നത്. 37-ാമത്തെ ശ്ലോകം നമ്മൾ നോക്കി. ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ശോഭിക്കുന്നതായിട്ടാണ് അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതും. പാർത്ഥന്റെ തേർത്തട്ടിൽ ഇരുന്നു കൊണ്ട് പാർത്ഥന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹത്തെ യുദ്ധത്തിന് തയ്യാറാക്കിയ ഒരു സഹായിയായിട്ടും ഗുരുവായിട്ടും, അതോടൊപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന തൻ്റെ സത്യത്തെ, തൻ്റെ ഭക്തനായ അതേസമയത്ത് ശത്രുപക്ഷത്ത് നിൽക്കുന്നവനായ ഭീഷ്മരുടെ പ്രതിജ്ഞയെ സത്യമാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നിരായുധത്വം സത്യത്തെ വിട്ടുകൊണ്ട് തേർത്തട്ടിൽ നിന്നും തനിക്ക് നേരെ ചക്രവുമായി പാഞ്ഞെടുത്ത് വന്ന ഭഗവാന്റെ സ്വരൂപത്തെ അദ്ദേഹം അവിടെ ധ്യാനിക്കുന്നു. അടുത്ത ശ്ലോകത്തിലും പിന്നീട് ഉള്ള ശ്ലോകങ്ങളിലൊക്കെ തന്നെ അതേ പാർത്ഥസാരഥിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ അദ്ദേഹം ഇവിടെ പകർത്തി വെക്കുകയാണ്. ഒരു ചിത്രത്തിൽ എന്നതുപോലെ അദ്ദേഹം പകർത്തി വയ്ക്കുന്നു. 38-ാമത്തെ ശ്ലോകം നോക്കാം. ശീതവിശിഖഹതോ വിശീർണദം ഷക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. ശീതവിശിഖഹതോ വിശീർണദം ഷക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. പദച്ഛേദം ചെയ്യാം. ശീതവിശിഖഹതഃ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുതഃ ആതതായിനഃ മേ പ്രസഭം അഭിസസാര മദ്വധാർത്ഥം സഹ ഭവതു മേ ഭഗവാൻ ഗതിഃ മുകുന്ദഃ. ശീതവിശിഖഹതോ വിശീർണദംശക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. അന്വയിക്കാം. മേ ആതതായിനഃ ശീതവിശിഖഹതഃ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുതഃ മദ്വധാർത്ഥം യഃ പ്രസഭം അഭിസസാര സഹ ഭഗവാൻ മുകുന്ദഃ മേ ഗതിഃ ഭവതു. ഇനി ഓരോ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. മേ ആതതായിനഃ. ആതതായി എന്ന് വെച്ചാൽ മുമ്പേ തന്നെ ആതതായി ലക്ഷണം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അഗ്നിതോ ഗരതശ്ചൈവ ശസ്ത്രപാണിർ ധനാപഹ ക്ഷേത്രധാരാപഹർത്താച ഷഡൈദേഹ്യാതതായിനഃ. അഗ്നി കൊളുത്തിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, കൊല്ലുന്നവർ, വിഷം കൊടുത്ത് കൊല്ലുന്നവർ, ആയുധമെടുത്ത് നടക്കുന്നവർ, മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കുന്നവൻ, അവരുടെ കൃഷിസ്ഥലം, അതുപോലെ ഭാര്യ, ഇവയെ അപഹരിക്കുന്നവർ, ഈ 6 ലക്ഷണങ്ങളുള്ളവനാണ് ആതതായി. ഇതിൽ ഒന്ന് ചെയ്യുന്നവനും ആതതായിയാണ്. ഇവിടെ ഭീഷ്മരും അതുകൊണ്ട് ആതതായിയാണ്. ഭീഷ്മരെ കൊല്ലാൻ അതുകൊണ്ട് മടിക്കേണ്ടതില്ല. എങ്കിലും അർജുനന് ശങ്കയുണ്ടായി, പിതാമഹനായതുകൊണ്ട് ശങ്കയുണ്ടായി. യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ യുധിഷ്ഠിര മഹാരാജാവിന് വലിയ ഖേദമുണ്ടായി. അതുകൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് പോകാൻ പോലും ശാപഭയം കൊണ്ട് യുധിഷ്ഠിരൻ തയ്യാറാകാതിരുന്നപ്പോൾ മഹാഭാരതത്തിന് ശാന്തിപർവത്തിൽ ഭീഷ്മർ പറയുന്നുണ്ട്, ഗുരോരപ്യവലിപ്തസ്യ കാര്യാകാര്യമജാനതഃ ഉത്പഥം പ്രതിപന്നസ്യ കാര്യമേവ ഹി ശാസനം, അല്ലെങ്കിൽ കാര്യം ഭവതി ശാസനം എന്ന് പറയുന്നുണ്ട്. അതായത് ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും അറിയാത്തവനായിട്ട് ധർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട്
നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും പ്രായമേറിയവരും അല്ലെങ്കിൽ ആചാര്യന്മാരായാൽ പോലും എതിർപക്ഷത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ ശിക്ഷിക്കാൻ മടിക്കേണ്ടതില്ല, ശിക്ഷിക്കേണ്ടതാണ്, അത് ധർമ്മമാണ് എന്ന കാര്യം മഹാഭാരതത്തിൽ ഭീഷ്മർ തന്നെ പറയുന്നു, മറ്റിടങ്ങളിലും പറയുന്നുണ്ട്. വാൽമീകീയ രാമായണത്തിൽ ലക്ഷ്മണൻ ദശരഥനെ ശാസിച്ച് നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രമാണമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ കാണുന്ന ഈ പ്രമാണം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്മൃതികളുടെ ആശയമാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ അവിടെ പ്രായമോ ആചാര്യത്വമോ നോക്കേണ്ടതില്ല, ധർമ്മവിരുദ്ധമായി കണ്ടാൽ അവരെ നേരിടണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭീഷ്മർ തന്നെ തന്നെ ആതതായിയായിട്ട് ഇവിടെയും പറയുന്നു. മേ ആതതായിനഹ, ആക്രമകാരിയായിട്ടുള്ള എൻ്റെ ശീതവിശിഖഹതഃ, മൂർച്ചയേറിയ എൻ്റെ വിശിഖങ്ങളെ കൊണ്ട്, എൻ്റെ അമ്പുകളെ കൊണ്ട് മുറിഞ്ഞവനായും, ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. വിശീർണദംശ, പൊട്ടി തകർന്നിരിക്കുന്നതായ കവചത്തോടു കൂടിയവനായിട്ട് ഭഗവാനെക്കുറിച്ചാണ്. ക്ഷതജ പരിപ്ലുത, ക്ഷതജം എന്ന് വെച്ചാൽ ക്ഷതത്തിൽ നിന്നും ജന്യമായ, ക്ഷതം എന്ന് വെച്ചാൽ മുറിവിൽ നിന്നും വരുന്നത് രക്തം, രക്തത്തിൽ മുങ്ങിയവനായിട്ടും രക്തത്തിൽ കുളിച്ചവനായിട്ടും നിൽക്കുന്ന ഭഗവാൻ. മദ്വധാർത്ഥം യഹ പ്രസഭം അഭിസസാര, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരാണോ, ഏതൊരു ഭഗവാനാണോ പ്രസഭം അതിതീവ്രമായിട്ട് ശക്തമായിട്ട് ബലത്തോട് കൂടിയിട്ട് മുന്നോട്ട് ചാടിക്കയറി വന്നത്, എന്നെ അഭിമുഖീകരിച്ചു കൊണ്ട് വന്നത്, സഹ ഭഗവാൻ മുകുന്ദ, ആ ഭഗവാനാകുന്ന മുകുന്ദനാകുന്ന ഭഗവാൻ, മോക്ഷം നൽകുന്നവനായ ഭഗവാൻ എനിക്ക് ആശ്രയമാകട്ടെ എന്നാണ്. ഇവിടെ ഭഗവാൻ ഭീഷ്മരുടെ നേരെ ചാടി വന്നത് മദ്വധാർത്ഥം, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു. പക്ഷേ കഴിഞ്ഞ ശ്ലോകത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? മത് പ്രതിജ്ഞാം ഋതമധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കാൻ വേണ്ടി വന്നു എന്നാണ്. അപ്പൊ തന്നോടുള്ള കാരുണ്യമാണ് എന്ന് പറയുന്നു, ഇവിടെ തന്നെ കൊല്ലാനാണെന്ന് പറയുന്നു. അപ്പൊ ഭീഷ്മർക്ക് ഇത് ഏതിലാണ് അല്ലെങ്കിൽ ഏത് കാര്യമാണ് എന്ന് ഉറപ്പില്ല, നിശ്ചയമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം ഭഗവാന്റെ ലീലയുടെ അർത്ഥം ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നത്, ഏവം യോ ലോകപ്രതീത്യ അർജുനപക്ഷപാതീവ ലക്ഷിതഃ വസ്തുതസ്തു മമൈവ അനുഗ്രഹം കൃതവാൻ എൻ മദ്ഭക്തേനോക്തം വചഃ മാമൃഷാസ്തു ഇതി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഭഗവാൻ തേരിൽ നിന്നും എടുത്തു ചാടിയത് ലോകപ്രതീത്യ അർജുനപക്ഷപാതീവ ലക്ഷിത, ലോകത്തിന് പ്രതീതമായത്, ലോകത്തിന് അതായത് കാഴ്ചക്കാരായിട്ട് ആളുകൾക്ക്, ചുറ്റുപാടുമുള്ള ആളുകൾക്ക് തോന്നിയത് അർജുന പക്ഷപാതിയായിട്ട് ഭഗവാൻ ആയുധമെടുത്തു എന്നാണ്. അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അർജുനന് ധാരാളം മുറിവേറ്റു. അർജുനന്റെ സൈന്യത്തെ ഭീഷ്മരെ കണ്ടമാനം കൊന്നൊടുക്കുന്നതും കണ്ടിട്ടുണ്ടായ ക്രോധം കൊണ്ട്, അർജുനനോടുള്ള അമിത സ്നേഹം കൊണ്ട് തൻ്റെ പ്രതിജ്ഞയെ മറന്ന് ഭഗവാൻ ആയുധമെടുത്ത് ചാടി വന്നു എന്നാണ്. അങ്ങനെ തോന്നാം, അങ്ങനെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ അമൈവ അനുഗ്രഹം കൃതവാൻ, എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ്, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എൻ്റെ വാക്കിനെ സത്യമാക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് ഭഗവാൻ ചാടി വന്നത്. തൻ്റെ ഭക്തന്റെ വാക്ക് മൃഷ അസ്തു ഇതി, ഭക്തന്റെ വാക്ക് മൃഷ, കള്ളത്തരമാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് തന്നെയാണ് ഭീഷ്മരുടെ മതം, ഭീഷ്മരുടെ അഭിപ്രായം എന്ന് ശ്രീധരാചാര്യർ പറയുന്നു. ഭഗവാൻ ചാടി വന്നത് പ്രസഭം, ബലം വളരെ ബലവാനായിട്ടാണ്. എങ്ങനെ? ബലാദ്വാര്യന്തം അർജുനമപി അതിക്രമ്യ, തൻ്റെ ബലം കൊണ്ട്, ബാഹുബലം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് അർജുനൻ പോലും ശ്രമിച്ചു. ആ അർജുനനെ പോലും അതിക്രമിച്ചു കൊണ്ടുവന്നു, 10 അടി അർജുനനെ വലിച്ചു കൊണ്ടുവന്നു എന്നാണ്. അത്രയധികം വീറോട് കൂടിയിട്ടാണ് ഭഗവാൻ ചാടി വന്നത്. അങ്ങനെ വന്ന ആ ഭഗവാൻ, കൊല്ലാൻ വേണ്ടിയിട്ടാണ് തൻ്റെ നേരെ വരുന്ന ആ ഭഗവാൻ എനിക്ക് ആശ്രയമായി തീരട്ടെ, ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടാൽ തനിക്ക് മോക്ഷമുണ്ടാകും, ഭഗവാൻ തന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് അങ്ങനെ ചാടി വന്നത് എന്നൊക്കെയുള്ള ആ ചിന്ത. ഭഗവാൻ എന്നും എന്നെ കടാക്ഷിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നു, എന്നോട് കാരുണ്യം കാണിക്കുന്നു എന്ന കാര്യമാണ് ഭീഷ്മർ ഇവിടെ അനുസ്മരിക്കുന്നത്. താൻ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ക്രൂരമായ നിശിതമായ അമ്പുകളെ കൊണ്ട് ഭഗവാന്റെ ശരീരമാകെ മുറിവേൽപ്പിച്ച് പടച്ചട്ടയൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് ഭഗവാന്റെ ശരീരമാകെ രക്തത്തിൽ കുളിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഭഗവാന്റെ കാരുണ്യത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. തൻ്റെ ഭക്തനാണ്, ആ ഭക്തൻ ചെയ്യുന്ന അമ്പുകൾ ഓരോന്നും തനിക്ക് പുഷ്പാഞ്ജലിയാണ് എന്ന ഭാവത്തിലാണ്
തൻ്റെ ശരീരത്തിൽ ആ ശരപുഷ്പങ്ങളെ ഭഗവാൻ സ്വീകരിച്ചത് എന്നുള്ളതും ഭീഷ്മർ കാണുന്ന ഭഗവത് കാരുണ്യമാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ നോക്കൂ, വീണ്ടും ആ പാർത്ഥസാരഥിയെ തന്നെ അദ്ദേഹം സ്മരിക്കുകയാണ്. 39-ാമത്തെ ശ്ലോകം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോ യമിഹ നിരീക്ഷ ഹതാഗതാസ്വരൂപം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോര്യമിഹ നിരീക്ഷ ഹതാഗതാസ്വരൂപം. പദച്ഛേദം ചെയ്യാം. വിജയരഥ കുടുംബേ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയാ ഈക്ഷണീയേ ഭഗവതി രതിഃ അസ്തു മേ മുമൂർഷോഃ യം ഇഹ നിരീക്ഷ്യ ഹതാഃ ഗതാഃ സ്വരൂപം. ഇനി അന്വയിക്കാം. ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലാം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോര്യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം. അന്വയം. വിജയരഥ കുടുംബേ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയാ ഈക്ഷണീയേ ഭഗവതി മുമൂർഷോഃ മേ രതിഃ അസ്തു ഇഹ യം നിരീക്ഷ്യ ഹതാഃ സ്വരൂപം ഗതാഃ. വിജയരഥ കുടുംബേ, ഇവിടെ ഭഗവാനെ ആണ് വിജയരഥ കുടുംബൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്തതോത്രൻ, ധൃതഹയരശ്മി എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. വിജയരഥ കുടുംബൻ എന്ന് വെച്ചാൽ വിജയരഥം, വിജയന്റെ രഥം, അർജുനന്റെ രഥത്തെ കുടുംബമായിട്ട് കാണുന്നവൻ, അല്ലെങ്കിൽ വിജയന്റെ രഥത്തെ, അർജുന രഥത്തെ കുടുംബമാക്കി മാറ്റിയവൻ. എന്താണ് രഥത്തെ കുടുംബമാക്കി മാറ്റുക എന്ന് വെച്ചാൽ അർത്ഥം? കുടുംബം എന്ന് വെച്ചാൽ കുടുംബനാഥനാണ് അത് സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ആ രഥത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ ആ രഥത്തെ ഭഗവാൻ തൻ്റെ കുടുംബമായിട്ട് കണ്ടു എന്നാണ് ഇവിടെ വിവക്ഷ. കുടുംബത്തിൻ്റെ രക്ഷ ചെയ്യേണ്ടത് കുടുംബനാഥനാണ്. ഭഗവാൻ ആ രഥത്തിൻ്റെ രഥകുടുംബം, അതിൽ പ്രധാനമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവനായ അർജുനൻ ഇരിക്കുന്നു, ഗണ്ഡീവ ധന്വാവായിട്ട്. അതിൻ്റെ 4 ചക്രങ്ങൾ, അതിൻ്റെ കൂപരം, അതിൻ്റെ വേണു, അതിൻ്റെ ധ്വജം, അതിൻ്റെ ധ്വജസ്തംഭം, അതിലിരിക്കുന്ന വീരനായ ആ വാനര വീരൻ ഹനുമാൻ സ്വാമി. അതോടൊപ്പം അർജുനൻ്റെ ആ കൊടിയുടെ മുകളിൽ, ആ ധ്വജത്തിൻ്റെ ധ്വജസ്തംഭത്തിൽ വേറെയും അനേകം ജീവജാലങ്ങൾ, അനേകം ഭൂതജാലങ്ങൾ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ യുദ്ധത്തിൽ അതിഘോരമായ ശബ്ദമുണ്ടാക്കും. ഹനുമാന്റെ ശബ്ദം കൊണ്ട് തന്നെ ശത്രുക്കളുടെ ഹൃദയം പിളരുന്നതായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മറ്റ് ഭൂതജാലങ്ങളും ശബ്ദഘോഷം ഉണ്ടാക്കുമെന്നാണ്. ഇതൊക്കെ അടങ്ങുന്നതായ ഒരു ചെറിയൊരു ഇക്കോ സിസ്റ്റം എന്ന് പറയാം, ഇക്കോ വ്യൂഹം ആണ്. അതിനകത്ത് നിരവധി ആളുകളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അർജുനന്റെ കുതിരകളുണ്ട്, കുതിരകൾ 100 കുതിരകളാണ്. 4 കുതിര 5 കുതിരയൊക്കെ ചിത്രത്തിൽ കാണുമെങ്കിലും അർജുനന്റെ രഥത്തിലെ കുതിരകളുടെ എണ്ണം 100 എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അപ്പം അത്ര വലിയ രഥമായിരുന്നു. അതിൽ ധാരാളം ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ധാരാളം പേർക്ക് കയറി താമസിക്കാനും ഒക്കെ സാധിക്കും. അത്രയും സ്ഥലമുള്ള അത്ര ഗംഭീരമായ അത്ര വലിയ തേരാണ്. അത് അഗ്നി ഭഗവാൻ തന്നെ കൊടുത്ത തേരാണ്, ദിവ്യമായ രഥമാണ്. ആ രഥത്തിന്റെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ് കുടുംബം എന്ന ശബ്ദം അവിടെ പ്രയോഗിച്ചത്? കുടുംബം എന്ന വാക്കിന് അവിടെ എന്താണ് സാങ്കത്യം എന്ന് ചിന്തിച്ചാൽ ശ്രീധരാചാര്യ സ്വാമികളുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് അകൃത്യശതൈരപി രക്ഷണീയ തസ്യ രഥ ഏവ കുടുംബം, അകൃത്യശതൈരപി രക്ഷണീയ യസ്യ തസ്മിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ രഥം കുടുംബമാക്കി മാറ്റി, കുടുംബം തന്നെ രഥമായി. എന്തുകൊണ്ട്? കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അകൃത്യശതങ്ങൾ ഒരാൾ ചെയ്യണമെന്നാണ്. അതായത് ചെയ്തുകൂടാത്ത 100 കാര്യങ്ങൾ പോലും കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ആപദ്ധർമ്മം സ്മൃതികൾ പറയുന്നുണ്ട്. അകൃത്യശതം എന്ന് വെച്ചാൽ അകൃത്യം, ചെയ്തുകൂടാത്ത കൃത്യം, ചെയ്തുകൂടാത്ത കർമ്മം. അതായത് മര്യാദാലംഘനം, മര്യാദാവിരുദ്ധമായ പ്രവൃത്തി
സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കുടുംബനാഥന്റെ ധർമ്മമാണ് എന്ന് സ്മൃതികൾ പറയുന്നുണ്ട്. അത് വംശീധര സ്വാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട് ആ സ്മൃതിവാക്യം. വൃദ്ധൗച മാതാപിതരവും ഭാര്യ സാധ്വീ ശിശു പുനഃ അപ്യകാര്യശതം കൃത്വ ഭർത്തവ്യ മനുരബ്രവീത്. ഇത് സ്മൃത്യുക്തന്യായേനേത്യർത്ഥ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ന്യായമാണ്. വൃദ്ധന്മാരായ അച്ഛനമ്മമാര്, സാധ്വിയായ പതിവ്രതയായ ഭാര്യ, പിന്നെ ചെറിയ കുട്ടി, ഇവരെയൊക്കെ തന്നെ ആ കുടുംബനാഥൻ അപി അകാര്യശതം കൃത്വ ചെയ്തുകൂടാത്ത 100 കാര്യങ്ങൾ ചെയ്തിട്ടും ഭർത്തവ്യാഹ അവരെ ഭരിക്കേണ്ടതാണ്, അവരെ രക്ഷിക്കേണ്ടതാണ് എന്ന് മനു പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വിജയരഥത്തിൽ ഇരുന്നു കൊണ്ട്, അർജുന രഥത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളും ചെയ്തു. സാധാരണ രീതിയിലുള്ള സാമൂഹ്യ മര്യാദാ ലംഘനം, യുദ്ധമര്യാദകളുടെ ലംഘനവും ഭഗവാൻ ചെയ്തു. അതിലൊന്നാണ് സാരഥി ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നത് സാധാരണ മര്യാദയല്ല, അതവിടെ ചെയ്തു. അതുപോലെ അർജുനപക്ഷം ജയിക്കാൻ വേണ്ടി, പാണ്ഡവപക്ഷം ജയിക്കാൻ വേണ്ടി ഭഗവാൻ പല ഉപായങ്ങളും സ്വീകരിച്ചതായിട്ട് മഹാഭാരതം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അതൊന്നും ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ഭഗവാൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വരുത്താൻ കൂടിയാണ് അതിനെ കുടുംബമായിട്ട് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രമല്ല, ധർമാധർമ്മങ്ങൾക്ക് അതീതനായിരിക്കുന്ന സർവേശ്വരനാണ്. ഭഗവാന് ധർമാധർമ്മങ്ങളുടെ സ്പർശം ഉണ്ടാകുന്നില്ല, ബാധ ഉണ്ടാകുന്നില്ല. അത് ദശമസ്കന്ധത്തിൽ രാസക്രീഡയുടെ അവസാന അധ്യായം, രാസപഞ്ചാധ്യായിയുടെ അവസാന ഭാഗത്ത് 33ാമത്തെ അധ്യായത്തിൽ യഥാരുദ്രോബ്ധജം വിഷം ഭഗവാൻ പരതാര സംഘം ചെയ്തു എന്നുള്ള ഒരു അപരാധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരപത്നിമാരുമായിട്ട് ഭഗവാന്റെ ആ രാസക്രീഡ, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീശുകൻ പറയുന്നു, രുദ്രനല്ലാത്ത ഒരാൾ സമുദ്രത്തിൽ നിന്നുണ്ടായ കാളകൂട വിഷം പാനം ചെയ്യുന്നത് പോലെയാണ് തേജീയസന്മാരല്ലാത്ത, തേജസ്സില്ലാത്ത സാധാരണക്കാർ ഇതുപോലെ ചെയ്യുന്നത്. തേജീയസന്മാർക്ക് അഗ്നിയെപ്പോലെ, സർവഭുജനായ സർവഭുക്കായിട്ടുള്ള അഗ്നിയെപ്പോലെ, എല്ലാറ്റിനെയും ഭക്ഷിച്ച് ശുദ്ധീകരിച്ച് ഭസ്മമാക്കി തീർക്കുന്ന അഗ്നിയെപ്പോലെ ധർമാധർമ്മങ്ങൾക്ക് അതീതനായി നിന്നുകൊണ്ട് സർവേശ്വരനായ ഭഗവാനായാലും ശ്രീപരമേശ്വരനായാലും ഈശ്വരന്മാർക്കൊക്കെ തന്നെ ധർമ്മവും അധർമ്മവും അവരെ ബാധിക്കുകയില്ല. ധർമ്മം അവരെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ കർമ്മ രീതിയാണ്. ഈശ്വരന് ധർമ്മമില്ല. ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ധർമ്മവും അധർമ്മവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർ അതീത പുരുഷന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ അത് ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി ലയ ലീലകളുടെ ഭാഗമായിട്ടാണ്. ശിഷ്ടാനുഗ്രഹത്തിൻ്റെയും ദുഷ്ടനിഗ്രഹത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്യുന്ന ലീലകളാണ് എന്നുള്ളതാണ് മഹാഭാരതവും ഭാഗവതവും പറയുന്നത്. അതുകൊണ്ട് ഇത് ന്യായാത് തത് അതിക്രമേച്ച സ്വാഭാവികം കാരുണ്യമേവ കാരണം ഇത് ദർശയതി. ഭഗവാൻ കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായ ഭഗവത് കാരുണ്യമാണ് എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. രഥേ കുടുംബാരോപസ്തു സർവതോ രക്ഷണ താത്പര്യക ഏവ. അങ്ങനെ രഥത്തിലെ കുടുംബം എന്ന വാക്കിൻ്റെ ആരോപണം, അതായത് ആ കുടുംബം എന്ന വാക്ക് രഥത്തിൽ ആരോപിക്കുന്നത് എല്ലാ തരത്തിലും രക്ഷിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണ് എന്ന് വ്യക്തമായി വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നു. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരിഷ്മിനി. ആത്തതോത്രൻ എന്ന് പറഞ്ഞാൽ തോത്രത്തെ കയ്യിലെടുത്തവൻ. തോത്രം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പ്രതോദം എന്ന് മറ്റൊരു വാക്കുണ്ട് സമാനമായിട്ട്. ചാട്ടവാറ് അല്ലെങ്കിൽ ചമ്മട്ടി, കുതിരയെ അടിക്കാനുള്ള ചമ്മട്ടി, അത് കയ്യിലെടുത്തവൻ എന്നാണ്. ധൃതഹയരശ്മിനി, ധരിക്കപ്പെട്ട കുതിരയുടെ കടിഞ്ഞാണോടുകൂടിയവൻ. ഹയരശ്മി, രശ്മി എന്ന് വെച്ചാൽ ആ കയറ്, കുതിരയുടെ മൂക്കിൽ കൂടെ തുളച്ച് എടുത്തിട്ടുള്ള ആ കയറിൻ്റെ ഒരറ്റം. അത് എത്ര കുതിരകളുണ്ടോ അത്രയും കയറുകൾ ഒരുമിച്ച് ചേർത്ത് കയ്യിൽ പിടിക്കണം. അത് സാരഥിയുടെ ജോലിയാണ്. അങ്ങനെ ധൃതമായ ഹയരശ്മിയോട് കൂടിയവനിൽ തത്ശ്രിയാ ഈക്ഷണീയെ, ഈ സാരഥിയുടെ രൂപം ധരിച്ച് സാരഥിയുടെ ഭാവത്തിൽ ആ സാരഥ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശ്രീത്വം, ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ദിവ്യമായ ആ സൗന്ദര്യം കൊണ്ട് തത്ശ്രിയാ ഈക്ഷണീയ, ഭഗവാൻ കാണേണ്ടവൻ തന്നെയാണ്, എല്ലാം കൊണ്ടും സുന്ദര സ്വരൂപനാണ്. അതൊരു അപൂർവമായ കാഴ്ചയായിരുന്നു. അത് കാണാത്തവർക്ക് അത് വലിയ നഷ്ടമാണ് വരിക.
എന്ന് കാണിച്ചുകൊണ്ടാണ് തത്ശ്രിയാ ഈക്ഷണീയ തസ്മിൻ തത്ശ്രയേക്ഷണീയേ, അങ്ങനെ കാണപ്പെടേണ്ടവനായ ആ ഭഗവാൻ. എന്തുകൊണ്ടാണ് ഭഗവാന്റെ ആ സ്വരൂപം കാണപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത്? വംശീധര സ്വാമികൾ പറയാണ്, ഈക്ഷണീയേ വാമഹസ്തേ അശ്വധാരണ രജ്ജു ദക്ഷിണഹസ്തേ പ്രതോദ മുഖാരവിന്ദേ ഹും ഹുമിതി തന്നോദന ശബ്ദ ഇതി ശോഭയാം യൻ മാധുര്യമേക്ഷണീയം തന്മയൈവ തദാ സ്വചക്ഷുഭ്യാം ഈക്ഷിതം നത്വർജുനേനാവീതി ഭാവ. മനോഹരമായിട്ട് ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് വംശീധര സ്വാമികൾ. ഈക്ഷണിയെ ഈക്ഷണിയെ എന്ന് പറയാൻ കാരണം വാമഹസ്തേ അശ്വധാരണ രജ്ജുഹു, ഇടത് കൈയിൽ കുതിരകളെ പൂട്ടിയിരിക്കുന്ന കയറുകളുടെ പിടുത്തം ഇടത് കൈ കൊണ്ട്. ദക്ഷിണഹസ്തേ പ്രസോദ, വലത് കൈയിൽ ചമ്മട്ടി. മുഖാരവിന്ദ, ഭഗവന്റെ താമര പോലെ വിടർന്ന മുഖത്തിൽ ഹും ഹും എന്ന ശബ്ദം, കുതിരയെ ഓടിക്കാൻ വേണ്ടിയിട്ട് കുതിരക്കാരൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട്. ഹും ഹും എന്ന ശബ്ദം ഉണ്ടാക്കും, ഡ്ര എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കും. അതുപോലെ ഹൊയ് 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 എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കും, ഒക്കെ ശബ്ദം ഉണ്ടാക്കും. മൃഗങ്ങളോടുള്ള ഭാഷ, കുതിരയോട് സംസാരിക്കേണ്ട ആജ്ഞകൾ, ആ കുതിരക്ക് ചില സൂചനകൾ കൊടുക്കുകയാണ്. ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, വേഗത്തിൽ പോകണം, മെല്ലെ പോകണം എന്നൊക്കെയുള്ള ആജ്ഞയും ഇടയ്ക്ക് ചമ്മട്ടി കൊണ്ടുള്ള അടിയും കൊടുക്കുമ്പോഴാണ് ഈ കുതിരക്ക് അത് മനസ്സിലാവുക. അവർ തമ്മിൽ അവിടെ ഒരു ആശയവിനിമയം നടക്കുക. ഇതൊക്കെ ഭഗവാൻ സമർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആളല്ല. സർവേശ്വരനായിട്ട് എല്ലാറ്റിനും അധിപതിയായിട്ടിരിക്കുന്ന ആ ഭഗവാൻ അമരപരിവൃഢൻ അമരപതി സുതന സൂതനായാചരിച്ചീലയോ സാരഥ്യവേലയും. അമരപരിവൃഢനാണ് ഭഗവാൻ. സകല ദേവന്മാർക്കും ആരാധ്യനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അമരപതി സൂതനായി ആചരിച്ചീലയോ സാരഥ്യവേലയും എന്ന് എഴുത്തച്ഛൻ പറയുന്നു. ആ അമരപതിയുടെ ദേവേന്ദ്രന്റെ പുത്രനായതുകൊണ്ട് ഭഗവാൻ ചെയ്തു കൊടുത്ത ഒരു സൗജന്യമാണ് ഈ സാരഥ്യം. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ജോലി മാന്യത പുലർത്തുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിന് ഒരു കൗതുകം, അതിലൊരു ഭംഗി കൈവരികയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ശബ്ദം ഉണ്ടാക്കൽ, ഭഗവാന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധാരണ പിടിക്കുന്ന ചക്രവും ശംഖവും ഗതയും ഒന്നുമല്ല ഭഗവാൻ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എൻ മാധുര്യം ഈക്ഷണീയം, അതിൻ്റെ മാധുര്യം കാണേണ്ടത് തന്നെയാണ്. തന്മയൈവ തഥാ സ്വചക്ഷുഭ്യാം ഈക്ഷിതം, അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നും ഈശ്വർ ഇവിടെ സൂചിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാനേ കണ്ടുള്ളൂ, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റാരും കണ്ടില്ല എന്ന് ഏതോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഗുരുവായൂരപ്പനെ കണ്ട കാര്യം. അതുപോലെ പറയുകയാണ്, ഞാൻ മാത്രമേ അത് കണ്ടുള്ളൂ. നത്തു അർജുനേനാവീതി ഭാവ, അർജുനനും ആ ദൃശ്യം കണ്ടില്ല. കാരണം അർജുനൻ ഭഗവാന്റെ പിന്നിലാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ പുറം വടിവ്, ഭഗവാന്റെ വാർമുടിക്കെട്ട്, ഭഗവാൻ അങ്ങനെ ഭംഗിയായിട്ട് ഇരുന്ന് കുതിരകളെ തളിക്കുന്നതിൻ്റെ പിൻഭാഗത്തുള്ള ദൃശ്യം മാത്രമേ അർജുനന് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഭാഗ്യവാനായ എനിക്ക് ഭഗവാന്റെ ആ മുൻഭാഗം തന്നെ കണ്ട് 10 ദിവസം ഭഗവാനെ കണ്ടുകൊണ്ട് ആ യുദ്ധം ചെയ്യാൻ സാധിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് തശ്രയേക്ഷണീയേ എന്നുള്ള ആ പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ അർത്ഥം. ഭാഗവതത്തിലെ ഓരോ പദങ്ങളിലും ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ അവർണ്ണനീയമായിരിക്കുന്ന സൗന്ദര്യത്തെയും ഭഗവാന്റെ അവാച്യമായ കാരുണ്യത്തെയും ഒക്കെ തന്നെ വർണ്ണിക്കുകയാണ്. ഒരു പദത്തെ എടുത്തുകൊണ്ട് എത്രമാത്രം നമുക്ക് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് ചിന്തിക്കാൻ സാധിക്കണം. അത്ര കണ്ട് നമുക്ക് ഭഗവാന്റെ ആ സ്വരൂപവും ഭഗവാന്റെ ലീലകളും നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഈ പദത്തെ ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങൾ ഞാനിവിടെ അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള ആ തശ്രിയാ ഈക്ഷണീയേ ഭഗവതി, അങ്ങനെയുള്ള ആ ഭഗവാനിൽ മുമൂർഷോഹോ മേ രതിഹി അസ്തു, മരിക്കാൻ ആഗ്രഹിക്കുന്നവനായ, അതാണ് മുമൂർഷു എന്ന വാക്കിൻ്റെ അർത്ഥം. മരിക്കാൻ ആഗ്രഹിക്കുന്നവനായ എനിക്ക് രതി ഉണ്ടാകട്ടെ, സ്നേഹം, ഭക്തി ഉണ്ടാകട്ടെ. എന്താണ് ഭീഷ്മർ മരിക്കാൻ ആഗ്രഹിക്കുന്നവനായി തീർന്നത്? ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ചാൽ മോക്ഷമുണ്ടാകും. ഭഗവാനെ ആ മരണകാലത്ത് കണ്ടാൽ അന്തകാലേ തു മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഃ പ്രയാതി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അന്ത്യകാലത്തിലെങ്കിലും ആരാണോ എൻ്റെ സ്വരൂപം സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത് അവർ എൻ്റെ ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അതാണ് ഭീഷ്മരുടെ പ്രതീക്ഷ. ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ചു വീഴുക, യുദ്ധത്തിൽ മരിച്ചു വീഴുക എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഭഗവാനിൽ രതി ഉണ്ടാകട്ടെ. ഭഗവത് പ്രേമവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. അങ്ങനെ മരിക്കുന്ന ആളുകൾക്കൊക്കെ ഭഗവാന്റെ ദർശനം കൊണ്ട് മോക്ഷം കിട്ടുമോ എന്നാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഭീഷ്മർ.
ഇഹ യം നിരീക്ഷ ഹതാഹ സരൂപം ഗതാഹ. ഇഹ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യം നിരീക്ഷ യാതൊരാളെ കണ്ടിട്ട് ഹതാഹ മരിച്ചവർ സരൂപം ഗതാഹ എല്ലാവർക്കും ഭഗവാനിൽ സാരൂപ്യം ലഭിച്ചു, സാരൂപ്യമുക്തി അല്ലെങ്കിൽ മോക്ഷം മുക്തി നേടി. ആരൊക്കെ? അത് കർണനാകട്ടെ, ശല്യരാകട്ടെ, ദുശാസനാകട്ടെ, ദ്രോണരാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഭൂരിശ്രവസനെ പോലെയുള്ളവരാകട്ടെ, ഘടോത്കജനാകട്ടെ, ആരൊക്കെ ഈ യുദ്ധത്തിൽ മരിച്ചു വീടുവോ അവരൊക്കെ ഭഗവാനെ കണ്ടുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അവരൊക്കെ ഭഗവാനിൽ ചെന്ന് ചേർന്നിട്ടുണ്ട്. അന്തകാലേപി മാമേവ സ്മരൺ മുക്വാക്കളേവരം എപ്രയാതി സമദ്ഭാവം വ്യാധി നാസ്ത്യത്ര സംശയ. അതിന് സംശയമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും സത്യമാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു വീണ ആതതായികളായ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും മോക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ രതി, ഭഗവാനെ പ്രേമിക്കുന്ന, ഭഗവാനിൽ ഭക്തിയുള്ളവനായ എനിക്ക് മോക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ എന്നുള്ള അർത്ഥാപത്തി എന്ന അലങ്കാരവും ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം, പറയാനില്ലല്ലോ. ആ അർത്ഥാപത്തി അലങ്കാരം ഇവിടെ പ്രയോഗിച്ചുകൊണ്ടാണ് തനിക്ക് ഭഗവാനിൽ രതി ഉണ്ടാകട്ടെ, ഭഗവാനിൽ ചെന്നു ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. മനോഹരമായ ഒരു ശ്ലോകമായിരുന്നു അത്. അടുത്ത ശ്ലോകം നോക്കാം. 40-ാമത്തെ ശ്ലോകം. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വ. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വ. പദച്ഛേദം ചെയ്യാം. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ. ഈ രണ്ട് ശ്ലോകപാദങ്ങളും ചേർന്ന് ഒറ്റ പദമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഗോപികമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൃതം അനുകൃതവത്യ ഉന്മദാന്ധാഹ പ്രകൃതിം അഗൻ കില യസ്യ ഗോപവധ്വഃ. പ്രകൃതിം എന്ന പദം കഴിഞ്ഞ് അഗൻ എന്നൊരു പദം കാണാം. അഗമൻ എന്നുള്ള സംസ്കൃത പദം ബഹുവചനത്തിൽ പ്രയോഗിക്കുന്ന, ഭൂതകാലത്ത് പ്രയോഗിക്കുന്ന ആ പദത്തെ അഗൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മകാരം, അതിലെ മ എന്നുള്ള അക്ഷരം ലോപിച്ചു പോയിരിക്കുന്നു. മകാര ലോപസ്തു ആർഷ എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം സമാധി ഭാഷയിൽ എഴുതപ്പെട്ട ഒരു പുരാണം എന്ന രീതിയിൽ വൈദികമായിട്ടുള്ള, ആർഷമായിട്ട്, ഋഷി പ്രോക്തമായിട്ടുള്ള അല്ലെങ്കിൽ വേദമന്ത്രങ്ങളിലുള്ള ചില പ്രയോഗങ്ങളെ ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഗമൻ എന്ന ശബ്ദത്തിലെ മകാരം ലോപിച്ചു പോയത് എന്നാണ് ശ്രീധര പക്ഷം. അങ്ങനെ ചില പ്രയോഗങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ ധാരാളമായിട്ട് കാണാം. പ്രകൃതിം അഗൻ കില യസ്യ ഗോപവധ്വഃ. ഇതാണ് സന്ധി വിച്ഛേദം. ഒന്നുകൂടി ശ്ലോകം വായിക്കാം. ലളിതഗതി വിലാസ ബൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കില യസ്യ ഗോപവധ്വഃ. അന്വയിക്കാം. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ യസ്യ കൃതം അനുകൃതവത്യഃ ഉന്മദാന്ധാഃ ഗോപവധ്വഃ പ്രകൃതിം അഗൻ കില. ഇവിടെ ഗോപികമാരെ കുറിച്ചാണ് പറയുന്നത്. ലളിതഗതി, ലളിതമായിട്ടുള്ള ഗതി, വളരെ മനോഹരമായ നടത്തം. വിലാസം, അതായത് മനസ്സിൻ്റെ ഭാവങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള അംഗചേഷ്ടകൾ. വൽഗുഹാസം, മനോഹരമായ ചിരി. പ്രണയ നിരീക്ഷണം, പ്രേമത്തോടു കൂടിയിട്ടുള്ള നോട്ടം, കടക്കൺ നോട്ടം. എന്നിവ കൊണ്ട് ഉരുമാനാഹ, കൽപ്പിതമായ ഉരുമാനങ്ങളോട് കൂടിയവർ. ഉരുമാനം, മാന എന്നുള്ള പദം പൂജ എന്നാണ് അതിൻ്റെ അർത്ഥമെടുക്കേണ്ടത്. ഉരു എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള, മഹത്തായ എന്നർത്ഥം. അപ്പോൾ വലിയ പൂജകൾ. ഗോപികമാര് ഭഗവാനെ പൂജിച്ചത് ലളിതമായ ഗതികൾ, വിലാസങ്ങൾ, വൽഗു മനോഹരമായ ചിരി കൊണ്ട്,
പ്രേമപൂർവകമായ നോട്ടം കൊണ്ട് ഒക്കെ തന്നെ അവർ ഭഗവാനിൽ പൂജയെ കൽപ്പിച്ചു. ഭഗവാനിൽ വലിയ പൂജകൾ, നമ്മൾ വലിയ പത്മങ്ങളൊക്കെ ഇട്ട് വലിയ ചടങ്ങോട് കൂടിയിട്ട് ചെയ്യുന്ന പൂജകൾ പോലെ അവരുടേത് പ്രണയ പൂജയായിരുന്നു. ഭഗവാന് അവരുടെ ഭക്തിയെ അവർ സമർപ്പിച്ചത് പ്രണയം കൊണ്ടായിരുന്നു, കാമം കൊണ്ടായിരുന്നു. ഗോപ്യകാമാത് ഭയാത് കംസഹ എന്നൊക്കെ പറയാറുണ്ട്. ഭയം കൊണ്ടാണ് കംസൻ ഭഗവാനെ ആരാധിച്ചത്, ഗോപികമാർ കാമം കൊണ്ടാണ് ആരാധിച്ചത്, സ്നേഹം കൊണ്ടാണ് പാണ്ഡവന്മാർ ആരാധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവർ വലിയ പൂജയെ, ഭഗവാന്റെ ഉപാസനയെ അവർ ഈ രീതിയിലുള്ള പ്രേമ ചിഹ്നങ്ങൾ, പ്രണയത്തിൻ്റെ അടയാളമായിട്ടുള്ള ചേഷ്ടകളെ കൊണ്ടാണ് ഭഗവാനെ അവർ പൂജ ചെയ്തത് എന്നർത്ഥം. എന്നിട്ടോ കൃതമനുകൃതവത്യ ഉന്മദാന്താഹ, ഒരു പൂജയിൽ സാധാരണ ഭഗവാൻ ചെയ്യുന്ന ചില ചേഷ്ടകൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ചില മുദ്രകൾ ഒക്കെ തന്നെ കാണിക്കാറുണ്ട് ചില പൂജകളിൽ. അതുപോലെ ഇവിടെ ഗോപികമാർ ഉന്മദാന്ധകളായി, ഉന്മാദം കൊണ്ട് അന്ധന്മാരായി തീർന്നു. ഉത്കടേന മതേന അന്ധാഹ ഉന്മദാന്താഹ. ഉന്മാദം എന്ന് വെച്ചാൽ ഉത്കടമായ മതം വർദ്ധിച്ചു വന്നിട്ടാണ്, വളരെയധികം വർദ്ധിച്ചു വരുമ്പോഴാണ് അത് ഉന്മാദമായിട്ട് മാറുന്നത്. ഉന്മാദം കൊണ്ട് അന്ധന്മാരായിട്ട് കണ്ണ് കാണാതായി തീർന്ന, അല്ലെങ്കിൽ വിവശകളായി തീർന്ന ഗോപികമാർ യസ്യ കൃതം അനുകൃതവത്യ, ഭഗവാന്റെ കൃതങ്ങളെ, ഭഗവാന്റെ കർമ്മങ്ങളെ അനുകരിക്കുന്നവരായി. അത് രാസക്രീഡാ സന്ദർഭത്തിൽ ഭഗവാൻ അന്തർധാനം ചെയ്ത സമയത്താണ് ഗോപികമാർ ഭഗവത് വിരഹം കൊണ്ട് ദുഃഖിതകളായിട്ട് ഭഗവാനെ വിളിച്ച് കരയുകയും, കരഞ്ഞുകൊണ്ട് കാട്ടിലാകെ അവർ അന്വേഷിച്ച് നടക്കുകയും, വള്ളികളോടും പുല്ലിനോടും ചെടികളോടും പൂക്കളോടും മരങ്ങളോടും അതുപോലെ പർവ്വതങ്ങളോടും ഒക്കെ തന്നെ ഭഗവാനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ശൃംഗാരരസത്തിലെ സഞ്ചാരീഭാവത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രലാപങ്ങൾ, അർത്ഥരഹിതമായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ പറയും. പ്രണയവിരഹം കൊണ്ട് അങ്ങനെയൊക്കെ വന്നു ചേരും, ഭ്രാന്തമായ അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് രസനിഷ്പത്തിയുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ സഞ്ചരിച്ച ഗോപികമാർക്ക് ഒടുവിലുണ്ടായ ഒരു ഭാവം മറ്റെന്തായിരുന്നു? ലീലാ ഭഗവതാസ്താസ്താഹ്യനുചക്രുസ്തദാത്മികാഹ എന്ന് അവിടെ വ്യാസൻ പറയുന്നു. ഭഗവതഃ ലീലാഹ, ഭഗവാന്റെ ലീലകളെ അവർ തദാത്മികമാരായിട്ട്, ഭഗവന്മയമായിട്ട്, അല്ലെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചവരായിട്ട്, തങ്ങൾ ഭഗവാൻ തന്നെയാണ് എന്നുള്ള തോന്നൽ വന്നു ചേർന്നപ്പോൾ അനുചക്രുഹു, അനുകരിച്ചു. എന്തൊക്കെ ചേഷ്ടകളാണ് അവർ അനുകരിച്ചത്? കസ്യാശ്ചിത് പൂതനായന്ത്യാഹ കൃഷ്ണായന്ത്യപിബൽസ്തനം തോകായിത്വാ രുദത്യന്യാ പദാഹഞ്ചകടായതീം. കസ്യാശ്ചിത് പൂതനായന്ത്യാഹ, ഏതോ ഒരു പെൺകുട്ടി പൂതനയായിട്ട് മാറി, ഭഗവാന് മലയൂട്ടുന്ന പൂതനയായി. മറ്റൊരു പെൺകുട്ടി കൃഷ്ണായന്തി, കൃഷ്ണനായി മാറി, കൃഷ്ണനെ പോലെയായി മാറി. ആ പൂതനയായിട്ടിരിക്കുന്നവളുടെ സ്തന്യപാനം ചെയ്തു, മുലപ്പാൽ കുടിക്കുന്നതായിട്ട് അവർ അങ്ങനെ നടിച്ചു. മറ്റൊരു ഗോപിക തോകായിത്വ, ഭഗവാനെ പോലെ, ഭഗവാൻ കൊച്ചു കുഞ്ഞായപ്പോൾ കൈകാലിട്ടടിച്ച് 28 ദിവസം പ്രായമുള്ള ഭഗവാൻ ശകടാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ലീലകളെ ചെയ്തു. അപ്പോൾ മറ്റൊരു കുട്ടി ശകടാസുരനായ ശകടമായിട്ട് അവിടെ നിന്നു. ഭഗവാന്റെ ചേഷ്ടകളെ, ഭഗവാന്റെ ഓരോരോ കർമ്മങ്ങളെ അവർ അനുകരിക്കുകയായിരുന്നു, നാടകത്തിലെ പോലെ. പക്ഷേ ഞാൻ കൃഷ്ണനാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ടായി എന്നർത്ഥം. ദൈത്യായിത്വാ ജഹാരാന്യാം ഏകാ കൃഷ്ണാർഭഭാവനാം, മറ്റൊരാൾ അസുരനായിട്ട് വന്നിട്ട് ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ആ തൃണാവർത്തൻ്റെ ആ ചേഷ്ടകളെ അനുകരിച്ചു. കൃഷ്ണനായിട്ട് വന്ന മറ്റൊരാൾ ആ തൃണാവർത്തനായ കുട്ടിയെ വധിക്കുന്നതായിട്ട് ഭാവിച്ചു. വേണും ഗുണന്തീം ക്രീഡന്തീം കൃഷ്ണോഹം പശ്യതഗതിം ലളിതാമിതി തന്മനാഹ എന്നൊക്കെ പല രീതിയിൽ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. വേണുവാദനം ചെയ്യുന്നതും, ഭഗവാനെ പോലെയാണ് എൻ്റെ നടത്തം, നോക്കൂ ഞാൻ ലളിതമായ എൻ്റെ നടത്തം കൃഷ്ണൻ്റെ നടത്തമാണ്, ഞാൻ തന്നെയാണ് കൃഷ്ണോഹം, ഞാൻ കൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ അവർ സഞ്ചരിച്ചു എന്നാണ്. ശ്രീ ശങ്കരാചാര്യസ്വാമികളെ ഗോപികമാരുടെ ഈ ഭാവത്തെ തൻ്റെ പ്രബോധ സുധാകരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, തൻ്റെ വേദാന്ത പ്രകരണ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹവും കാപിച കൃഷ്ണായന്തി കസ്യാശ്ചിത് പൂതനായന്ത്യാ അപിബൽ സ്തനമിതി സാക്ഷാത് വ്യാസോ നാരായണ പ്രാഹ. സാക്ഷാത് നാരായണൻ തന്നെയായിരിക്കുന്ന വ്യാസൻ ഗോപികമാരുടെ ചേഷ്ടകളെ പറഞ്ഞു. അവർ പൂതനയായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ തന്നെ
സ്തന്യപാനം ചെയ്യുന്നതൊക്കെ തന്നെ അവർ അഭിനയിച്ചു കാണിച്ചു. അപ്പോൾ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് ഭക്തിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അവസ്ഥയാണ് എന്ന കാര്യം ആ ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പോലും പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യസ്വാമികൾ ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം രചിക്കപ്പെട്ടത് ശങ്കരാചാര്യർക്ക് ശേഷമാണ് എന്നൊക്കെ പറയുന്ന ചില മൂഢാത്മാക്കളൊക്കെ ഉണ്ട് നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, മന്യന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ. പക്ഷേ അത് ശരിയല്ല. ശങ്കരാചാര്യസ്വാമികൾ ഭാഗവതത്തിലെ ഈ ആശയങ്ങളെ, ഈ വരികളെ, ഈ രംഗത്തെ വ്യാസന്റെ കൃതിയായിട്ട് തന്നെ വ്യാസൻ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വ്യാസോ നാരായണ പ്രാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഭാഗവതം വ്യാഖ്യാനം ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ശങ്കരാചാര്യസ്വാമികൾ ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്തിട്ടില്ല എന്നിപ്പോൾ ആരാ പറഞ്ഞത്? എന്താണ് ഇതിന് തെളിവ്? ആചാര്യസ്വാമികളുടെ എല്ലാ ഗ്രന്ഥവും നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹം രചിച്ച എല്ലാ കൃതികളും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയ കൃതികളെക്കുറിച്ച് നമ്മൾ അത് ശങ്കരകൃതിയാണ് എന്ന് വെച്ച് സമാധാനിക്കുന്നു എന്നല്ലാതെ ആചാര്യസ്വാമികൾ ജനിച്ചത് എപ്പോഴാണെന്നോ അദ്ദേഹത്തിൻ്റെ ചരിത്രം AD 820 പറയുന്നു, അല്ല BC പറയുന്നു. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണെന്ന് പോലും കൃത്യമായിട്ട് ഗണിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഭാഗവതത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടില്ല എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. സാന്ദർഭികമായിട്ടാണ് ഈ കാര്യത്തെ ഞാനിവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ഈ കൃതം അനുകൃതവത്യ ഉന്മതാന്ധകളായിട്ട് ഏതൊരു കൃഷ്ണഭഗവാന്റെ കർമ്മങ്ങളെ അനുകരിച്ചു ഗോപികമാർ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ ഗോപബുദ്ധ പ്രകൃതിം അകൻ, അവർക്ക് സ്വരൂപത്തെ പ്രാപിച്ചു, കൃഷ്ണസ്വരൂപത്തെ, ഭഗവത് സ്വരൂപത്തെ അവർ പ്രാപിച്ചു എന്ന് പറഞ്ഞ് കില എന്നും പറഞ്ഞിരിക്കുന്നു. കില ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസിദ്ധം എന്നാണ്. അത് പ്രസിദ്ധമാണല്ലോ. ഗോപികമാർ ഭഗവാനെ അനുകരിച്ചു നടന്നു. ഭഗവാനോടുള്ള പ്രേമോത്കർഷം കൊണ്ട് വിരഹ ദുഃഖത്തിൽ തപ്തരായിട്ട് അവർ ഭഗവാനെ പ്രാപിച്ചു. ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധനാഹ, ശരീരബന്ധനങ്ങളെ വിട്ടുകൊണ്ട് അവർ പെട്ടെന്ന് ഭഗവാനെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ കാണാൻ സാധിക്കാതിരുന്ന ഗോപികമാരാണ് വളരെ പെട്ടെന്ന് ഭഗവാനെ പ്രാപിച്ചത് എന്നും ഭാഗവതം പറയുന്നുണ്ട്. അത് രാസപഞ്ചാധ്യായിയുടെ സന്ദർഭത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഗോപികമാർക്ക് പ്രണയം കൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു. അതേപോലെ കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ട് പ്രാണൻ വിടിഞ്ഞവരൊക്കെ മോക്ഷം പ്രാപിച്ചു. അപ്പോൾ പിന്നെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന, സ്മരിക്കുന്ന, മരണസമയത്ത് ഭഗവാന്റെ ദർശനം, ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ദർശനം തന്നിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ഒരു പക്ഷപാതം കാണിക്കുകയില്ല, ഭഗവാൻ എനിക്ക് മോക്ഷം നൽകും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ഭീഷ്മർ പ്രകടിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയ യേഷാം അർഹണമുപപേത ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയ യേഷാം അർഹണമുപപേത ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. സന്ധി പിരിക്കാം. മുനിഗണ നൃപവർയ സങ്കുലേ അന്തഃ സദസി യുധിഷ്ഠിരരാജസൂയേ യേഷാം അർഹണം ഉപപേദേ ഈക്ഷണീയഃ മമ ദൃശിഗോചരഃ ഏഷഃ ആവിഹി ആത്മാ. ഇങ്ങനെയാണ് സന്ധി പിരിക്കേണ്ടത്. ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയ യേഷാം അർഹണമുപപേദ ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. അന്വയിക്കാം. മുനിഗണ നൃപവർയ സങ്കുലേ അന്തഃ സദസി യുധിഷ്ഠിരരാജസൂയേ ഈക്ഷണീയഃ യേഷാം അർഹണം ഉപപേദേ ഏഷ ആത്മാ മമ ദൃശിഗോചരഃ ആവിഹി. മുനിഗണ നൃപവർയ സങ്കുലേ, മുനിമാരുടെ കൂട്ടം, മുനിഗണങ്ങൾ, നൃപവര്യന്മാർ, രാജാക്കന്മാർ, ശ്രേഷ്ഠരായ രാജാക്കന്മാരും മഹർഷിഗണങ്ങളും ചേർന്ന് നിറഞ്ഞു നിൽക്കുന്ന, സങ്കുലമായി നിൽക്കുന്ന
അന്തഃസദസി, സദസ്സിൻ്റെ അതായത് സഭയുടെ ഉള്ളിൽ, ആരുടെ സഭയിൽ? യുധിഷ്ഠിര രാജസൂയെ, യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ സദസ്സിൻ്റെ മധ്യത്തിലായിട്ട് എന്തു ചെയ്തു? മുനിഗണങ്ങളും ശ്രേഷ്ഠരായ രാജാക്കന്മാരും നിറഞ്ഞു നിൽക്കുന്നതായ ആ സദസ്സിൽ ഈക്ഷണീയ, നേരത്തെ പറഞ്ഞ ഭഗവാന്റെ സ്വരൂപം, അവിടെ രാജസൂയത്തിൽ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവന്മാരും ഭഗവാനെയാണ് അഗ്രെ പൂജ ചെയ്തത്. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ പൂജിക്കണം, ഏറ്റവും പൂജ്യനായിരിക്കുന്ന ഒരാളെ പൂജിക്കണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഭഗവാന്റെ പേരാണ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടത്. ആ ഭഗവാനെ പൂജിച്ചപ്പോൾ ഭഗവാന്റെ ആ സ്വരൂപം, സാധാരണയിൽ കവിഞ്ഞ ഒരു തേജസ്സും ചൈതന്യവും ഭഗവാനിൽ പ്രകടമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഈക്ഷണീയ, കാണേണ്ടവൻ തന്നെയായിരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിലും ഒരു ശ്ലോകം മുമ്പ് ഈക്ഷണീയ മാമദൃശ്യഗോചര എന്താണ് അങ്ങനെ ഒരു പദം അവിടെ വന്നു, ഈക്ഷണീയ എന്നുള്ള. കാണേണ്ടവൻ തന്നെയാണ്. ഭഗവാന്റെ സൗന്ദര്യം കൊണ്ട്, ഭഗവാന്റെ ആ അപൂർവമായ സൗന്ദര്യം അവിടെ ദൃഷ്ടമായി. അഹോരൂപം അഹോമഹിമ ഇതി എന്ന് ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അഹോരൂപം അഹോമഹിമ, അഹോ ഭഗവാന്റെ രൂപം നോക്കൂ, ഭഗവാന്റെ മഹാത്മ്യം നോക്കൂ എന്ന് മഹർഷിമാരും രാജാക്കന്മാരും സദസ്യരും ഉറക്കെ വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു കണ്ണിന് പുണ്യമായി തീർന്ന ഒരു ദർശനമായിരുന്നു അത്. ആ ഭഗവാൻ യേഷാം അർഹണം ഉപപേദേ, ഇവരുടെ ഈ മുനിമാരുടെയൊക്കെ തന്നെ അർഹണം പൂജയെ ഉപപേദേ പ്രാപിച്ചു, അവർക്ക് ഭഗവാനെ പൂജിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അവരുടെ പൂജയെ ഭഗവാൻ ഏറ്റുവാങ്ങി. യേഷഃ ആത്മാ, ഈ ആത്മാവ്, ഈ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, ഈ ആത്മാ അതായത് ഭഗവാൻ എന്ന് പറയുന്ന ഈ മഹാത്മാവ് അല്ലെങ്കിൽ ഈ ഭഗവാൻ മമ ദൃശിഗോചര ആവിഹി, എൻ്റെ കണ്ണിന് ഗോചരമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആവിഹി, ആവിഹി എന്ന വാക്കിന് പ്രത്യക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ആവിഷ്കാരം, മുന്നിൽ പ്രത്യക്ഷമായിട്ട് വരിക. ആവിർഭാവം, പ്രത്യക്ഷമായിട്ട് മുന്നിൽ വന്ന് ഭവിക്കുക. ആവിരാസീത് എന്നൊക്കെ ഭാഗവതത്തിൽ ധാരാളമായിട്ട് ഭഗവാന്റെ അവതാരത്തെ സൂചിപ്പിക്കുന്ന എല്ലാ രംഗങ്ങളിലും ആവിരാസീത്, ആവിർഭൂത, ആവിർഭാവം എന്നൊക്കെയുള്ള പദങ്ങൾ കാണും. അപ്പൊ ആവിഹി എന്നുള്ള പദത്തിന്റെ കൂടെ ഭൂത ധാതു ഒക്കെ ചേർക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ പരമാത്മാവ് എൻ്റെ കണ്ണുകൾക്ക് വിഷയീഭവിച്ചുകൊണ്ട് ഇതാ പ്രത്യക്ഷമായിട്ട് മുന്നിൽ നിൽക്കുന്നു. അത് എൻ്റെ ഒരു പരമഭാഗ്യമാണ്, അഹോമേ ഭാഗ്യം എന്ന് ഭീഷ്മർ അവിടെ പറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ ദിവ്യ ലീലാവതാര രംഗങ്ങളെ, ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ചില രംഗങ്ങളെ താൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ തനിക്ക് യോഗ ശക്തി കൊണ്ട് അറിയാൻ സാധിച്ചതോ ആയ, അപ്പോൾ ഗോപികമാര് ഭഗവാനെ അന്വേഷിച്ച് കാട്ടിൽ നടന്നതും ഭഗവാനെ അനുകരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ അനുകരിച്ചതുമായ ആ രംഗങ്ങൾ മറ്റാരും കണ്ടിട്ടില്ല. ഗോപികമാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. രാത്രിയിൽ നടന്നതാണ്, വൃന്ദാവനത്തിൽ വെച്ച് നടന്നതാണ്. ഭീഷ്മപിതാമഹൻ ആ സമയത്ത് എവിടെയായിരുന്നു? അവിടെയൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ആ ഭീഷ്മർക്ക് യോഗശക്തി കൊണ്ട് ഗോപികമാരുടെ ഈ ചേഷ്ടകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെയോ മറ്റാരെങ്കിലുമോ അദ്ദേഹത്തിന് അത് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് ആ ഗോപികമാരുടെ ഭക്തിയെക്കുറിച്ച്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ആ രംഗത്തെ ഭീഷ്മർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഗോപികമാരുടെ ഭക്തി യഥാ വ്രജഗോപികാനാം എന്ന് നാരദ മഹർഷി പോലും ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിച്ച ഗോപികമാരുടെ അനന്യമായ ഭക്തിയെ, അനുകരണീയമായ ആ പ്രേമാഭക്തിയെ ഭീഷ്മർ ഭീഷ്മരുടെ ആൽബത്തിൽ അദ്ദേഹം സൂക്ഷിച്ചിട്ടുള്ള നിരവധി ഫോട്ടോകളിൽ ഒരു ഫോട്ടോ ഗോപികാരമണനായ രാസക്രീഡാ വിഹാരിയായിട്ടുള്ള ഭഗവാന്റെ ഫോട്ടോ ആണ്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആൽബത്തിൽ മറ്റെന്തൊക്കെയുണ്ട്? ഭഗവാന്റെ പാർത്ഥസാരഥിയുടെ ആ ഫോട്ടോ ഉണ്ട്. തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ചക്രായുധവുമായിട്ട് രഥത്തിൽ നിന്ന് ചാടി വീഴുന്ന ഭഗവാന്റെ ഒരു സ്നാപ്പ് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓർക്കുന്നു. പല രീതിയിലുള്ള ചിത്രങ്ങൾ. ആ കൂട്ടത്തിൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജസൂയ യാഗത്തിൽ അഗ്രപൂജ ഏറ്റുവാങ്ങിക്കൊണ്ട് ശോഭിക്കുന്ന എല്ലാവരും ഭഗവാനിലേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടു നിന്ന ആ ദിവ്യസ്വരൂപവും അദ്ദേഹത്തിൻ്റെ ആ ഹൃദയമാകുന്ന ആൽബത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കൃഷ്ണനിതാ ഇപ്പോൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അത് എൻ്റെ പരമഭാഗ്യമാണ് എന്ന് ഭീഷ്മർ ഇവിടെ പ്രതിപാദിക്കുകയാണ്.
അടുത്ത ശ്ലോകം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.